ഇടുക്കിയിൽ അനധികൃതമായി കരിങ്കല്ല് കടത്തിയ 14 ടിപ്പർ ലോറികൾ പോലീസ് പിടികൂടി. അനധികൃത പാറകടത്തിനെതിരെ ക്രിമിനൽ കേസെടുത്ത പോലീസ് ലോറി ഉടമകളിൽ നിന്ന് 50,000 രൂപ വീതം പിഴയും ഈടാക്കി. ഇതിനിടെ തമിഴ്നാട്ടിൽ നിന്ന് കരിങ്കല്ല് കയറ്റി വന്ന ലോറി കമ്പംമേട് അതിർത്തി ചെക്ക് പോസ്റ്റിൽ തടഞ്ഞു. നിയമവ്യവസ്ഥകളെ വെല്ലുവിളിച്ചാണ് ഇടുക്കിയിൽ അതീവ പരിസ്ഥിതി ലോല മേഖലയിൽ നിന്ന് പോലും പാറ പൊട്ടിച്ച് നിർബാധം കടത്തുന്നത്. എത്രയെത്ര വാർത്തകൾ, എത്രയെത്ര പരാതികൾ. പക്ഷെ നടപടി പേരിന് മാത്രമായി ചുരുങ്ങുകയായിരുന്നു. ഒടുവിൽ പോലീസും മൈനിങ് ആൻഡ് ജിയോളജിയും റവന്യൂ വകുപ്പും സംയുക്തമായി നടപടിയുമായി ഇറങ്ങിയിരിക്കുന്നു. അനധികൃത ഖനനത്തിനെതിരെ നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് തൊടുപുഴയിൽ 14 ലോറികൾ പിടികൂടിയത്. ലോഡുകൾക്ക് മതിയായ രേഖകളില്ല. വാഹനത്തിൽ അനുവദനീയമായ അളവിലും കൂടുതൽ കരിങ്കല്ല് കടത്തി. പാസും ബില്ലുമില്ലാതെ കരിങ്കല്ല് കടത്തിയ വാഹന ഉടമകളിൽ നിന്ന് പിഴ ഈടാക്കി. അനധികൃത പാറഖനനവും കടത്തുമായും ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക പരിശോധന തുടരുകയാണ്. ഒരു ഗവൺമെന്റിലേക്കുള്ള ഒരു റെസ്പെക്റ്റോ ഒരു പേടിയോ ഇല്ലാതാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സോ അത് നമ്മൾ ഒരു കാരണവശാലും നമ്മളത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വയലേറ്റ് ചെയ്യുന്നവർക്കെതിരായിട്ട് നമുക്ക് ഇംപ്രിസൺമെൻറ്റ് 2 years വരെയും ഫൈൻ 5 lakhs വരെ ഇമ്പോസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ പെർ ഡേ നമുക്ക് 50,000 കൂടി നമുക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റും. നമ്മൾ കർശനമായിട്ടുള്ള നടപടി എന്തായാലും എടുത്തു. ഇന്ന് തന്നെ നമുക്ക് അവർക്കെതിരായിട്ടുള്ള കേസസ് ഫയൽ ചെയ്യും. ആൻഡ് നമ്മൾ പാരിസ്ഥിതികം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മോർ ദാൻ ദാറ്റ് ഇറ്റ് ഇസ് ഗവൺമെൻറ് ലോസ്. ഇത് ഒരു കാരണവശാലും നമ്മൾ സൈലൻ്റ് ആയിട്ട് പോകത്തില്ല. ഇടുക്കി ജില്ലയിലെ നിർമ്മാണ മേഖലയിൽ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇതിനിടെ ലോറി ഉടമയെയും ഡ്രൈവർമാരെയും ഒക്കെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കരിങ്കല്ലുമായി ലോറികൾ എത്തുന്നത് വലിയ പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും കരിങ്കല്ലുമായി എത്തിയ ലോറികൾ കമ്പംമേട്, കുമളി ചെക്ക് പോസ്റ്റുകളിൽ ഡ്രൈവർമാർ തടഞ്ഞു. പാസ് ഇല്ലാതെ അസംസ്കൃത വസ്തുക്കളുമായി എത്തുന്നുവെന്ന് ആരോപിച്ചായിരുന്നു തടഞ്ഞത്. ഇതേ തുടർന്നുണ്ടായ തർക്കത്തിനിടെ തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർമാരിൽ ഒരാൾക്ക് പരിക്കേറ്റു. പോലീസ് ഇടപെട്ട് ലോറികൾ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന് കൈമാറി. ചില വ്യക്തികൾ മാത്രം അനധികൃതമായി പാറ പൊട്ടിക്കുന്ന നിർബാധം തുടരുന്നതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇടുക്കിയിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. അനുവദനീയമായ അളവിൽ പോലും പാറ പൊട്ടിക്കുന്നതിന് ഇവിടുത്തെ സാധാരണക്കാർക്ക് അനുമതി ലഭിക്കുന്നില്ല. അനധികൃത ഖനനത്തിന് തടയിടുന്നതിനോടൊപ്പം ഇടുക്കി ജില്ലയിലെ നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനും സാധാരണക്കാർക്ക് അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കുന്നതിനുമുള്ള നടപടി കൂടി ഉണ്ടാകേണ്ടതാണ്. രാഹുൽ വിജയൻ, 24 ഇടുക്കി.